ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചി സ്കൂൾ ബസ്സിൽ രാവിലെ കുട്ടികളെ എടുത്ത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിലെത്താണ്. ആ കറക്റ്റ് സമയത്താണ് ആദ്യം ആദിയുടെ അമ്മൂമ്മയും കൂടി ചേർന്നിട്ട് സ്കൂളിലേക്ക് കയറി വരുന്നത്. ആദിയെ കൊണ്ടുവിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വിമലയെ നമ്മുടെ സച്ചി കാണുന്നുണ്ട് കേട്ടോ. വിമലയ്ക്കാണെങ്കിൽ സച്ചിയെ കണ്ടതും ആകെ മൊത്തത്തില് ഒരു വെപ്രാളാണ്. ആദി ഇവിടെയാണ് പഠിക്കുന്നതെന്നുള്ള കാര്യം നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആദി ഇവിടെയാണോ പഠിക്കുന്നത്, നിങ്ങൾ ഇവിടെ അടുത്താണോ താമസിക്കുന്നത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ സച്ചി വിമലയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. വിമലയാണെങ്കിൽ ഒന്നിനും കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാതെ വേഗം തന്നെ അവിടുന്ന് ഓടിപ്പോകാനായിട്ട് ശ്രമിക്കുന്നത്. സച്ചി ഞാൻ കുറച്ച് തിരക്കിലാണ്, ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം അങ്ങ് ഓടിപ്പോവാണ്. കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാതെ. കാരണം എന്തെങ്കിലും പറഞ്ഞിട്ട് അത് ശ്രുതി അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ പ്രശ്നമാവല്ലോ. അതുകൊണ്ട് അവര് പോകുന്ന ആ രീതിയെല്ലാം കണ്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഇവരെന്തായിരിക്കും ഇങ്ങനെ ഓടിപ്പോവാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന്. സ്കൂൾ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് സച്ചിയാണെങ്കിൽ ഒരു ഗസ്റ്റിനെ കൊണ്ടുപോയിട്ട് കൃത്യസ്ഥലത്ത് ഇറക്കിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് പണമൊക്കെ മേടിച്ച് തിരിച്ച് കാറിൽ പോകാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അതുവഴി അരുൺ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അരുണാണെങ്കിൽ സച്ചിയെ കാണുന്നത് ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എവിടെ പോയാലും ഇവനെ തന്നെ ഇങ്ങനെ കാണണല്ലോ എന്ന്. ഇവനും ഞാനും തമ്മിൽ എന്തോ പൂർവ്വജന്മ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം തോന്നുന്നത്. ഉറപ്പായിട്ടും ആ ജന്മത്തിലും ഇവൻ ഒരിക്കലും നല്ലവനാവാനുള്ള സാധ്യതയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി കാറിലേക്ക് ഇങ്ങനെ കയറുവാണേ. അപ്പോഴാണ് ഒരു ചേച്ചിയുടെ അടുത്തു നിന്നും ഒരുത്തൻ മാല പറിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ സച്ചി കാണുന്നത്. അയ്യോ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി കരയുകയും എന്റെ മാല അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ. ഉടനെ തന്നെ സച്ചിയാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കള്ളന്റെ പുറകെ ഓടുന്നുണ്ട്. അരുൺ ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചേച്ചിയുടെ ശബ്ദം കേൾക്കുകയും വണ്ടി നിർത്തിയിട്ട് വണ്ടിയുമായി തന്നെ അരുണും ആ കള്ളന്റെ പുറകെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. ബൈക്കുമായിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവൻ മറ്റൊരാളുടെ ബൈക്കിൽ കയറാൻ വേണ്ടി നോക്കുമ്പോഴേക്കും സച്ചി ഇങ്ങനെ പിടിച്ച് വലിച്ച് താഴ്ത്തിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സച്ചിയെ എങ്ങനെയെങ്കിലും പിടിച്ചു മാറ്റി രണ്ടുപേരും കൂടി ബൈക്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കുന്നത്. അപ്പോഴേക്കും പോലീസിനെ കാണുകയും ബൈക്കായിട്ട് നിൽക്കുന്ന ആള് അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ മാല മോഷ്ടിച്ച ആള് സച്ചിയെ അങ്ങ് തള്ളിയിടുമ്പോഴേക്കും അരുണും ബൈക്കും സച്ചിയും എല്ലാം കൂടി വീഴുന്നുണ്ട്. സച്ചിയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഓടുകയാണ്. അതിന്റെ പുറകെ തന്നെ ബൈക്കുമായിട്ട് അരുൺ പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അരുണിന്റെ ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. പിന്നെ അരുണും സച്ചിക്കൊപ്പം തന്നെ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നുണ്ട്. ഓടിയിട്ട് ഒരു വീട്ടിനുള്ളിലേക്കാണ് കയറുന്നത്. അവിടെയുള്ള സ്ത്രീയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ കത്തി കഴുത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവർ വരുന്ന സമയത്ത് നിങ്ങൾ ഒരടി മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഞങ്ങളെ കൊന്നു കളയുന്നുള്ള ഭീഷണിയൊക്കെ പെടുത്താണ്. എന്നിട്ട് അരുണിന്റെ അടുത്തും അതുപോലെ സച്ചിയുടെ അടുത്തും പോകാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ പറയുന്നുണ്ട്. അരുണാണെങ്കിൽ കത്തി താഴെടാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും അവൻ കത്തി താഴെ ഇടുന്നില്ല. നിങ്ങൾ ഒരടി മുന്നോട്ട് വെച്ച് അവരുടെ കഴുത്ത് ഞാൻ അറുത്ത് കളയുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ്. അങ്ങനെ പോവാണെന്ന മട്ടിൽ സച്ചി തലകുനിച്ച് അങ്ങനെ പോകുമ്പോഴേക്കും അവിടെ ഒരു ഫ്ലവർ വേസ് ഇരിക്കുന്നത് കാണാണ്. അതെടുത്തിട്ട് അവന്റെ കയ്യിലുള്ള കത്തിന്റെ അങ്ങോട്ട് കറക്റ്റ് എറിയുകയും അവന്റെ കയ്യിൽ നിന്ന് കത്തി താഴെ പോവുകയും അവനെ പിടിച്ച് നന്നായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. സച്ചിയും അതുപോലെ തന്നെ അരുണും കൂടി ചേർന്നിട്ടാണ് കേട്ടോ അവന് നന്നായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ രണ്ടടിയൊക്കെ അടിച്ചതിന് ശേഷം അവനെ പിടിച്ചിട്ട് അരുൺ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആ ചേച്ചിയാണെങ്കിൽ വല്ലാണ്ട് ഭയന്നിട്ടുണ്ടായിരുന്നു. സച്ചി സമാധാനപ്പെടുത്തുന്നുണ്ട്, അവനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, പോലീസ് പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. മോനെ നീ കൃത്യസമയത്ത് വന്നതുകൊണ്ടാ, അല്ലെങ്കിൽ അവൻ എന്നെ കൊന്നേനെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഭയപ്പെട്ട് ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കണേ. ചേച്ചി വാ എന്ന് പറഞ്ഞിട്ട് സച്ചി തന്നെ കൊണ്ടുപോയിട്ട് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ചേച്ചി ഇരുന്ന് വെള്ളമൊക്കെ ഇങ്ങനെ കുടിക്കുന്നുണ്ട്. ഇനി എന്തായാലും അവരുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. അവനെ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട്. അവൻ എന്തായാലും ഇനി ഇങ്ങോട്ടൊന്നും വരില്ല, ചേച്ചി സമാധാനമായിട്ട് ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. മോലും പോലീസാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ലല്ല ഞാൻ കാർ ഡ്രൈവറാണ്. എന്തായാലും കാർ ഡ്രൈവറായിട്ട് മോൻ ധൈര്യത്തോട് കൂടിയിട്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നല്ലോ, അതിൽ ഒരുപാട് നന്ദിയൊക്കെ ആ ചേച്ചി പറയുന്നുണ്ട്. അയ്യോ നന്ദിയുടെ ഒന്നും ആവശ്യമില്ല. പോകുന്നതിന് മുമ്പായിട്ട് സച്ചിയുടെ അടുത്ത് നമ്പറൊക്കെ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ വീട്ടിൽ വേറെ ആരുമില്ലെന്ന് ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കുകയാണ്. ആരുമില്ലാത്ത സമയത്ത് കഥകളൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നിങ്ങളൊന്നും കൊണ്ട് ഭയപ്പെടണ്ട, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി അവിടെ ഇറങ്ങുവാണ്. അരുൺ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ അടുത്ത് ഒരു സന്തോഷ വാർത്തയുണ്ട്, സ്വീറ്റ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കാണിക്കുവാണേ. നീ എന്നെ സ്വീറ്റ് കഴിക്കാൻ സമ്മതിക്കാത്താണല്ലോ, ഇപ്പോ നീ തന്നെ മേടിച്ചോണ്ട് വന്നോടാ എന്ന് ചോദിക്കുവാണ് കേട്ടോ. അതെ അമ്മേ, സന്തോഷം നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ സ്വീറ്റ് കഴിക്കണം, അമ്മ കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോ അങ്ങനെയാണെങ്കിൽ നീയും കഴിക്കടാ. അതിനുശേഷമാണ് ഈ കാര്യം അന്വേഷിക്കുന്നത്. ഒരു അമ്മയുടെ വീട്ടിലേക്ക് കള്ളൻ കയറി വന്നു. എന്നിട്ട് അവരുടെ കഴുത്തിന് കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി സ്വർണം അടിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് അവരെ രക്ഷിച്ചു. അതിനു വേണ്ടിയിട്ട് തനിക്ക് പ്രൊമോഷന് റെക്കമെൻഡേഷൻ കിട്ടി എന്നുള്ള കാര്യം പറയുവാണ് കേട്ടോ ചെയ്യുന്നത്. ആഹാ, ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണല്ലോടാ. എന്തായാലും നീ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. കമ്മീഷണർ വരെ എന്നെ വിളിച്ചു അമ്മേ, എനിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് അമ്മേ ഒരു സന്തോഷ വാർത്ത വന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കേട്ട് അമ്മയുടെ കണ്ണുകൾ നിറയാണേ. എന്താ അമ്മേ പറ്റിയത്? ഞാൻ സന്തോഷ വാർത്ത പറഞ്ഞിട്ട് അമ്മയുടെ കണ്ണ് നനയാണല്ലോ ചെയ്തത്.
നീ പറഞ്ഞത് സന്തോഷ വാർത്ത തന്നെയാണ്, പക്ഷേ എനിക്ക് നിന്റെ അടുത്തൊരു സന്തോഷ വാർത്തയും പറയാൻ വേണ്ടിയിട്ട് പറ്റിയില്ലല്ലോ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ആരംഭം മുതലേ നീ ദേവുവിനെ ഒരുപാട് ആഗ്രഹിച്ചു. അവളെ നിനക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ അത് മാത്രം എനിക്ക് നിനക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അമ്മ സങ്കടപ്പെടുന്നത്. ദേവുവിനെ അങ്ങ് മറന്നു കളഞ്ഞേക്കേ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങ് പോവാണ് കേട്ടോ. ആ സമയത്ത് അമ്മ എന്തൊക്കെയായി പറയുന്നത്? അതേടാ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അവളെ കിട്ടാൻ വേണ്ടി ആരുടെ സംസാരിച്ചു എന്നുള്ള കാര്യം അറിയോ? അവസാനം ആ സച്ചിയുടെ അമ്മയെ വരെ ഞാൻ പോയി കണ്ടു. അമ്മയുടെ അടുത്ത് ആരാ പറഞ്ഞത് അവരെയൊക്കെ പോയി കാണാൻ വേണ്ടിയിട്ട്? അങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കുവാണെങ്കിൽ അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയിട്ട് കണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ആ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും സംസാരിക്കുന്നില്ല. അതുമാത്രമല്ല, എന്തിനാണ് ഇങ്ങനെ ഒരു പെണ്ണിനെ നോക്കുന്നത്? നിങ്ങൾക്ക് വേറെ നല്ല പെണ്ണ് കിട്ടാഞ്ഞിട്ടാണോ? നിങ്ങളുടെ മകൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെയാണ് ആ സ്ത്രീ എന്റെ അടുത്ത് ചോദിക്കുന്നത്. ആദ്യം അമ്മയുടെ അടുത്ത് ആരാ പറഞ്ഞത് അവരെയൊക്കെ പോയിട്ട് കാണാൻ വേണ്ടിയിട്ട്? പിന്നെ അല്ലാതെ ഞാൻ എന്താണ് ചെയ്യാ? നിനക്ക് ദേവുവിനെ കിട്ടണമെന്ന് നീ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവള് എന്റെ മരുമകളായിട്ട് വരണമെന്ന് ഞാനും. അതുകൊണ്ടാണ് ആരെടുത്തെങ്കിലും സംസാരിച്ചിട്ട് നിന്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടത്താന്ന് വിചാരിച്ചത്. എന്തായാലും അവളെ എങ്ങനെയാ കല്യാണം കഴിക്കേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാം. എടാ, എന്തായാലും അങ്ങനെ ഒരു ബന്ധം നമുക്ക് വേണ്ട. നിനക്ക് വിലയില്ലാത്തടത്തേക്ക് നീ പെണ്ണന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ആ തറവാട്ടിലേക്ക് നീ കയറി ചെല്ലേണ്ട കാര്യവും ഇല്ല. അതുകൊണ്ട് ഞാൻ തന്നെ ദേവുവിനെ നിനക്ക് വേണ്ട എന്നുള്ള കാര്യം തീരുമാനിച്ചു. പുറത്ത് പെണ്ണ് കാണാൻ വേണ്ടിട്ട് ഞാൻ തീരുമാനിച്ചു. അമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എന്നുള്ള കാര്യം അരുൺ പറയുന്നുണ്ടെങ്കിലും ഇനി എന്തായാലും നീ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറല്ല. നിനക്ക് എന്റെ മേല് മര്യാദ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം. എന്റെ മകനെ കുറിച്ച് എന്റെ അടുത്ത് അനാവശ്യങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എനിക്കത് കേട്ടിട്ട് ചുമ്മാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നീ ദേവുവിനെ മറക്കണം. ഞാൻ കണ്ടെത്തുന്ന പെണ്ണിനെ തന്നെ നീ കല്യാണം കഴിക്കുകയും വേണം. ഇത്രയും പറഞ്ഞു കേട്ട് അരുണാണെന്നുണ്ടെങ്കിൽ അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ അമ്മ മുറിയിൽ ചെന്നിട്ട് വാതിലടയ്ക്കുവാണേ. അത് കഴിഞ്ഞ് അരുണാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ദേവുവിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ആ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. കേട്ട ദേവുവാണെന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് പറയുകയും ഹീറോയെ പോയ ഒരാളെ രക്ഷിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്റെ ജോലി മാത്രമാണ് ചെയ്തതെന്നുള്ള കാര്യമാണ് അരുൺ പറയുന്നത്. അത് കഴിഞ്ഞ് ദേവു എവിടെയാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദേവു അമ്പലത്തിലാണെന്ന് പറയാണ്. ഞാൻ അങ്ങോട്ട് വരാമെന്ന് നമ്മുടെ അരുൺ പറയുന്നുണ്ടെങ്കിലും അവിടെ ചേച്ചിയുണ്ട്, അമ്മയുണ്ടെന്നൊക്കെ പറയുകയാണേ. അവരെയും എനിക്ക് കാണണം, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് അരുൺ ഫോൺ വെക്കുന്നുണ്ട്. ദേവു ആണെന്നുണ്ടെങ്കിൽ അമ്മയും അതുപോലെ ചേച്ചിയും ശരത്തൊക്കെ നിൽക്കുന്ന അങ്ങോട്ടേക്കാണ് കേട്ടോ ചെല്ലുന്നത്. എന്നിട്ട് അരുൺ വിളിച്ച് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തിനാ നീ വിളിച്ചതെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുവാണേ. ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, ഇങ്ങോട്ട് വിളിച്ചിട്ട് ഒരു ഹാപ്പി ന്യൂസ് പറഞ്ഞതാണ്. എന്നിട്ട് മോഷ്ടാവിനെ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ ആ മോഷ്ടാവ് കത്തിയാലെ ഒരു സ്ത്രീയെ കൊല്ലാൻ വേണ്ടി നോക്കിയല്ലോ, അതൊന്ന് രക്ഷപ്പെടുത്തി എന്നൊക്കെ പറയുവാണേ. അതിന്റെ പേരിൽ പ്രമോഷൻ കിട്ടിയ കാര്യത്തെക്കുറിച്ചും കൂടി പറയുന്നുണ്ട്. നല്ല കാര്യമാണെന്നൊക്കെയാണ് നമ്മുടെ രേവതി പറയുന്നത്. അത് മാത്രമല്ല, ശരത്താണെങ്കിൽ അത് പോലീസുകാരനല്ലേ, അത് അയാളുടെ ജോലിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരാളുടെ ജീവൻ രക്ഷിച്ചത് നല്ല കാര്യമല്ലേ, അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവു തിരിച്ച്. അത് കഴിഞ്ഞ ശേഷം സച്ചേട്ടന്റെ അടുത്ത് പറയണം, അരുണേട്ടൻ നല്ലവനാണ്, എങ്ങനെങ്കിലും ചേച്ചി സച്ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞങ്ങളെ കല്യാണം നടത്തി തരണമെന്ന്. അവള് നിന്നെ കുറിച്ച് പറയാൻ വേണ്ടി പോയിട്ട് അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണോ? രേവതി, നീ വേണ്ടത്ത പണിക്കൊന്നും നിൽക്കണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം സച്ചി പറയുന്നതാണ് ആ വീട്ടിലെ അവസാന വാക്ക്. എന്തായാലും അവന്റെ സമ്മതം ഇല്ലാതെ ഈ വിവാഹം നടക്കില്ല എന്നുള്ള കാര്യം കൂടി ഉറച്ച് ലക്ഷ്മി പറയുവാണ്. അതിന്റെ പേരിലൊന്നും സച്ചേട്ടൻ എന്നെ എന്തായാലും പുറത്താക്കാനൊന്നും പോകുന്നില്ല. പിന്നെ അത് മാത്രമൊന്നുമല്ല, അരുണാണ് ഓരോ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഓരോന്ന് ചെയ്യുന്നത്. സച്ചേട്ടൻ ദേഷ്യപ്പെടുന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ മനസ്സിൽ വെച്ചിട്ട് പകയൊന്നും തീർക്കുന്ന ആളല്ല എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ദേവു, നീ ആ അരുണിന്റെ അടുത്ത് സംസാരിക്കുന്ന പരിപാടി നിർത്തിക്കോണം. അത് കഴിഞ്ഞ് മാലയും പൂവും കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാനുണ്ടെന്ന് പറഞ്ഞിട്ട് ശരത്തിന്റെ കൂടെ നമ്മുടെ ലക്ഷ്മി അവിടുന്ന് പോകുന്നുണ്ട്. അതുവരെ രേവതിയുടെ അടുത്ത് കട നോക്കാനൊക്കെ പറയുവാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് അരുണും വരുന്നുണ്ട്. പക്ഷെ അവിടെ ലക്ഷ്മിയും അതുപോലെ ശരത്തും ഇല്ല കേട്ടോ, അവർ പോയിട്ടുണ്ടായിരുന്നു. അരുൺ വന്ന ഉടനെ തന്നെ ദൈവമാണെന്നുണ്ടെങ്കിൽ വേഗം ഭയങ്കര ഹാപ്പി ആയിട്ട് അരുണിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറയുവാണ്. അതുപോലെ തന്നെ രേവതിയും പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ദേവു അതിനെ കുറിച്ച് സംസാരിച്ചത്. ആ സമയത്ത് അവിടെ സച്ചി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് അരുൺ പറയുന്നുണ്ട്. ആ ചെയിൻ പിടിച്ച് ഓടിപ്പോയ ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ സച്ചിയാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്നുള്ള കാര്യമൊന്നും അരുൺ പറയുന്നില്ല കേട്ടോ. അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ വന്നത് എന്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് വേറെ പെണ്ണിനെ നോക്കാൻ തുടങ്ങി, അമ്മ പറയുന്ന പെണ്ണിനെ തന്നെ ഞാൻ കെട്ടണമെന്നാണ് അമ്മ പറയുന്നതെന്നുള്ള കാര്യം അരുൺ ദേവുവിനെയും അതുപോലെ തന്നെ രേവതിയെ അറിയിക്കുന്നുണ്ട്. അത് കേട്ട് ദേവു ആകെ ടെൻഷൻ ആവുകയാണേ. ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് ഇനി എന്തായാലും നമ്മളെ അതിന്റെ പുറകെ പോകണ്ട എന്നും ഞാൻ പറയുന്ന പെണ്ണിനെ തന്നെ കെട്ടണം. അത് മാത്രമല്ല, ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ അമ്മായിമ്മയുടെ അടുത്ത് പോയി സംസാരിക്കുക വരെ ചെയ്തു എന്നുള്ള കാര്യം കേട്ട ഉടനെ തന്നെ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണ് നിങ്ങൾ എന്റെ അമ്മായിമ്മയുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചത്? ഒന്നാമത് എന്റെ വീട്ടുകാരെ അവർ നടത്തുന്ന രീതി തന്നെ വ്യത്യാസമാണ്. എന്താണെന്നറിയില്ല, അമ്മ എന്തായാലും ഈ കാര്യം നടക്കില്ല എന്നുള്ള കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ തന്നെയാണ്. അതുകൊണ്ട്
വേറെ പെണ്ണിനെ നോക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാര്യത്തില് എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ദേവുവിനെ അല്ലാതെ ഞാൻ മറ്റൊരു പെണ്ണിനെയും കല്യാണം കഴിക്കില്ല എന്ന് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞതാണ്. മറ്റൊരാളുടെ മുമ്പിലും ഞാൻ ചെന്ന് നിന്ന് കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് സഹായിക്കണം. നിങ്ങളുടെ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ എന്റെ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കി. അത് കേൾക്കുമ്പോൾ അരുൺ ഇങ്ങനെ തലതാഴ്ത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എന്നെ സഹായിക്കല്ലാതെ മറ്റൊരു വഴിയില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അരുൺ അവിടെ നിന്ന് പോകുന്നുണ്ട്. അരുൺ അങ്ങ് പോയി കഴിഞ്ഞ ശേഷം ദേവു ചോദിക്കുന്നുണ്ട് കേട്ടോ, ചേച്ചി അരുണേട്ടൻ ഇത്രയും കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടും ചേച്ചി എന്താ പോസിറ്റീവായിട്ട് നല്ലൊരു കാര്യം പറയാത്തത്? ഇത് നോക്ക് ദേവു, നിന്റെ അരുണേട്ടനും ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. സച്ചേട്ടന്റെ ലൈസൻസ് ക്യാൻസൽ ആക്കാൻ പോയതിന്റെ പേരിൽ എന്തെല്ലാം കഷ്ടപ്പാടുകൾ സച്ചേട്ടനും ഞാനും അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിനക്കറിയോ? അതുകൊണ്ട് തന്നെ ഇപ്പോ നിനക്ക് നല്ലത് വരുന്ന കാര്യമാണെങ്കിൽ പോലും നിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റത്തില്ല. അച്ഛനില്ലാത്തതിന്റെ വിഷമം ഞാൻ ശരിക്കും അറിയുന്നത്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ കാര്യത്തിൽ തടസ്സം നിൽക്കില്ല. ഇപ്പോ അച്ഛനില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കേണ്ടി വരുന്നത്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അരുണേട്ടനെ എന്നെ കല്യാണം കഴിപ്പിച്ച് തന്നേനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേവു കരഞ്ഞോണ്ടിരിക്കുവാണേ. ഇപ്പോഴാണ് അച്ഛനില്ലാത്തതിന്റെ ശരിക്ക് വിഷമം എനിക്ക് മനസ്സിലാവുന്നെന്ന് പറഞ്ഞിട്ട് ദേവു അങ്ങ് മാറി നിൽക്കുമ്പോൾ, ഞങ്ങൾ എല്ലാവരും ഇല്ലേ മോളെ നിനക്ക്, എങ്കിലും 1000 ആൾക്കാരുണ്ടെങ്കിലും എന്റെ അച്ഛനെ പോലെ ആവില്ലല്ലോ. അച്ഛൻ ഒരിക്കലും സ്വന്തം മക്കളുടെ സന്തോഷത്തിന് എതിരായിട്ട് നിൽക്കില്ല. എല്ലാം എന്റെ തലയിലെഴുത്താന്ന് പറഞ്ഞിട്ട് ദേവു ഭയങ്കര കരഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണേ. രേവതി വിളിക്കുന്നുണ്ടെങ്കിലും ദേവു നിൽക്കാതെ അവിടുന്ന് പോകുന്നുണ്ട്. ദേവുവിന്റെ വിഷമം കണ്ടിട്ട് രേവതിക്കും ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ സച്ചിയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് അരുണിന്റെ ആ വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അരുണിന് പ്രൊമോഷനൊക്കെ കിട്ടാൻ വേണ്ടി പോവാണ് ഈ മോഷ്ടാവിനെ പിടിച്ചതിന്റെ പേരിൽ. അതിനെ കുറിച്ചിട്ട് ഭയങ്കര വാഴ്ന്നിങ്ങനെ പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ആ വീഡിയോ കണ്ടിട്ട് സച്ചിയാണ് ആ കാര്യങ്ങൾ ചെയ്തതെന്നുള്ള കാര്യത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം. പക്ഷെ സച്ചിക്ക് അതിൽ ഒരു റോളും ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. താനാണ് എല്ലാം ചെയ്തത് എന്നുള്ള മട്ടില് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അരുണിനെ വിളിക്കുകയും അരുണിന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ വലിയ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, നീ എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ, നീയാണോടാ പോലീസിനെ ആ കള്ളനെ പിടിച്ചതെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ സത്യം പറഞ്ഞായിരുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ നീ കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനല്ലേടാ സാമർത്ഥ്യമായിട്ട് ആ കള്ളനെ പിടിച്ചത്. എന്നാൽ നീയാണെന്നുണ്ടെങ്കിൽ നീയാണ് എല്ലാ കാര്യം ചെയ്തെന്നുള്ള രീതിയിൽ ഭയങ്കര വലിയ ആളെ പോലെ സംസാരിക്കുന്നുണ്ടല്ലോ. എന്താടാ നീ മറുപടി ഒന്നും പറയാതെ സംസാരിക്കാതെ മിണ്ടാതിരിക്കുന്ന എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ, സംസാരിക്കേണ്ട അടുത്ത് ഞാൻ സംസാരിച്ചല്ലോ, അതാണ് പോലീസിന്റെ പവർ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണേ. എടാ സച്ചി, വെറുതെ അവന്റെ ഒന്നും പുറകെ പോണ്ട. നീ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും അവൻ സത്യം പറയോ? ഇപ്പൊ ആയില്ലേടാ, ഇങ്ങനത്തെ അവനെയാണോടാ ദേവുവിന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ടത്? ഇവനെ പോലെ തെറ്റ് ചെയ്യല്, മറ്റുള്ളവരെ കുരുക്കല്, മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങൾ താൻ ചെയ്താന്ന് പറഞ്ഞിട്ട് വലിയ ആളാവല്. ശരിടാ, അത് വിട്ടേക്ക്, അവൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയുമ്പോ അങ്ങനെ വിടാൻ വേണ്ടി പറ്റൂടാ? അവൻ ചെയ്യാത്തൊരു കാര്യത്തിന് അവൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയ ആളാവുന്നത് കണ്ടില്ലേ? ഞാൻ ചെയ്തതിന് എനിക്ക് വലിയ പേരൊന്നും കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്തായാലും അതിന്റെ ഒന്നും പുറകെ പോകണ്ട സച്ചി, അതങ്ങ് വിട്ടേ കളഞ്ഞേക്ക്. അല്ലെങ്കിൽ സച്ചി, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്കൊരു ന്യൂസ് ചാനലിൽ വിളിച്ചിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ അത് കൂടെയുള്ള മറ്റൊരാളാണ് കേട്ടോ സംസാരിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം പോലീസുകാര് പറയുന്നതല്ലേ അവര് വിശ്വസിക്കുള്ളൂ. എന്തായാലും സച്ചി അത് വിട്ടേക്കെന്ന് പറയുന്നുണ്ടെങ്കിൽ സച്ചി ആണെങ്കിൽ എങ്ങനെയാണ് വിടുന്നത്? എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട്. അതുപോലത്തേന് അവൻ സംസാരിക്കുന്ന ആ ഇന്റർവ്യൂ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ കാണിക്കുകയും ചെയ്തു. എനിക്കെന്തായാലും ഇന്ന് വെള്ളം അടിക്കാതെ ഉറങ്ങാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും പോരുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈച്ചയാണെങ്കിൽ സച്ചിയെ തടയുന്നൊക്കെ ഉണ്ട് കേട്ടോ. തുടർന്ന് സച്ചിയാണെങ്കിൽ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് അന്നേ ദിവസം രാത്രിയിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ കുടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വരുന്നത്. വന്നിട്ട് രേവതിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ തന്റെ വിഷമങ്ങളാ പറയുന്നത്. വിഷമങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരുൺ കള്ളം പറഞ്ഞല്ലോ, അരുൺ വലിയ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തല്ലോ, താൻ ചെയ്ത കാര്യത്തിനാണ് അവൻ ചെയ്താണെന്ന് പറഞ്ഞിട്ട് അവൻ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കുടിച്ച് ബോധമില്ലാതെ സച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ ആകെ മൊത്തത്തിൽ കുഴപ്പമാണ്. സച്ചി പറഞ്ഞതാണോ ഇനിയിപ്പോ അരുൺ പറഞ്ഞതാണോ സത്യം എന്നുള്ള കാര്യം മനസ്സിലാവാതെ ആ കറക്റ്റ് സമയത്ത് തന്നെയാണ് കേട്ടോ ദേവു വിളിക്കുന്നത്. കാരണം അരുൺ നല്ലൊരു കാര്യം ചെയ്തു, അതിനെക്കുറിച്ച് സച്ചിയുടെ അടുത്ത് സംസാരിച്ചിട്ട് സച്ചിയെ സമ്മതിപ്പിക്കണം എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ ദേവു രേവതിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്തായി എന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ദേവു വിളിച്ചത് കേട്ടോ. പക്ഷെ രേവതിയാണെങ്കിൽ ദേവുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, അരുൺ പറഞ്ഞ കാര്യം സച്ചേട്ടൻ പറഞ്ഞ കാര്യം ആകെ മൊത്തത്തിൽ കുഴപ്പിക്കുകയാണല്ലോ. അരുൺ വന്നിട്ട് എന്താ നമ്മളടുത്ത് പറഞ്ഞത്? അരുൺ വന്നിട്ട് നമ്മളടുത്ത് എന്താടാ പറഞ്ഞത്? അരുണാണ് ആ കള്ളനെ പിടിച്ചു കൊടുത്തതെന്ന്. എന്നാൽ സച്ചേട്ടൻ വന്ന് പറയുന്നത് ആ കള്ളനെ പിടിച്ചതും ആ അമ്മയെ രക്ഷിച്ചതും എല്ലാം സച്ചേട്ടനാണ് എന്നാണ്. അതിനുശേഷമാണ് അരുൺ ആ മോഷ്ടാവിനെ പിടിച്ചത്. ആണോ ചേച്ചി എന്ന് ദേവു ചോദിക്കുമ്പോൾ, സാധാരണ സച്ചേട്ടൻ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പുറത്ത് പറയില്ല. പക്ഷെ സച്ചേട്ടൻ പറയുന്ന സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് അത് സത്യം തന്നെയാണ് എന്നാണ്. ചേച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് എനിക്ക് തന്നെ പേടിയാകുന്നു. സച്ചേട്ടൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അത് അരുണേട്ടനാണ് ചെയ്തതെന്നുള്ള കാര്യം അരുണേട്ടൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള പ്രശ്നം ഇനിയും കൂടത്തേയുള്ളൂ. നമ്മളെന്തായാലും അവരെ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവർ തമ്മിലുള്ള ഗ്യാപ്പ് ഓരോ ദിവസം കൂടും
തോറും അകന്നുകൊണ്ടേയിരിക്കുകയാണ്. വീട് ദേവു എന്തായാലും എല്ലാം ഒരു ദിവസം ശരിയാവുന്നൊക്കെ നമ്മുടെ രേവതി പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ചേച്ചി ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അരുണേട്ടനെ വിളിച്ചിട്ട് കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട ദേവു, രാവിലെ സച്ചേട്ടൻ എണീച്ചതിന് ശേഷം ഞാൻ സച്ചേട്ടൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കാം. ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ദേവു ഫോൺ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി രക്ഷപ്പെടുത്തിയ ആ സ്ത്രീയും അവരുടെ ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് സച്ചിയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. രാവിലെ തന്നെ വന്ന ഉടനെ തന്നെ നിങ്ങളുടെ മകനെ കാണാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പോൾ അവര് വലിയ ഗെറ്റപ്പിലൊക്കെയാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് ചന്ദ്ര വിചാരിക്കുന്നത് സുധിയെ കാണാൻ വേണ്ടിയിട്ടായിരിക്കുന്നു. അങ്ങനെ ഭയങ്കര ഗംഭീര സ്വീകരണമൊക്കെ നൽകിയിട്ട് ഉള്ളിലേക്ക് ഇരുത്തുന്നുണ്ട് കേട്ടോ. സുധിയെ കാണാൻ വേണ്ടി വന്നതെന്ന് വിചാരിച്ചിട്ട് എനിക്ക് തോന്നി നിങ്ങളുടെ വരവ് കണ്ടപ്പോഴേ സുധിയെ കാണാനായിരിക്കും. സുധി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് സുധി പുറത്തേക്ക് വരുന്ന സമയത്ത് ഇല്ല ഞങ്ങള് ഇവരെ കാണാൻ വേണ്ടിയിട്ടല്ല വന്നതെന്ന് അവര് പറയുവാണേ. അപ്പോഴേക്കും രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മുടെ പയ്യനെ എന്തോ പുകഴ്ത്താൻ വേണ്ടിയിട്ടോ അവരെന്തൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതെന്നൊക്കെയാ പറയുന്നത്. സുധിയ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സുധിയെ വിളിച്ചു, പക്ഷേ വേറെ പയ്യനാണെന്നാ പറയുന്നത്. ഒരുപക്ഷെ ശ്രീകാന്ത് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ വിളിപ്പിക്കുകയാണ് കേട്ടോ. അതിന് ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ. ഓ ശ്രീകാന്ത് ഇവിടെ ഇല്ല, അതെന്താ ചന്ദ്രൻ നീ അങ്ങനെ പറയുന്നത്? ഇവിടെ സച്ചിയും കൂടി ഇല്ലേ? അവനെ ആയിരിക്കും ചിലപ്പോ എന്ന് രവി പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയെ വിളിക്കുമ്പോൾ ഇവരെയാണ് ഞങ്ങള് കാണാൻ വേണ്ടി വന്നതെന്നുള്ള കാര്യം ആ അമ്മ പറയുവാണേ. അവര് വന്ന ഉടനെ തന്നെ തന്റെ ഭാര്യയെ രക്ഷിച്ച കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് കേട്ടോ. സച്ചി ഇതുവരെ അതിനെക്കുറിച്ച് ആരെടുത്തും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിച്ചത് ഇവനാണ്. ഒരു കള്ളൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ഓടി വരികയും കത്തി വെച്ചിട്ട് എന്റെ ഭാര്യയെ കൊല്ലുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ അയാളിൽ നിന്നും എന്റെ ഭാര്യയെ രക്ഷിച്ചത് ഈ നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് സച്ചിയെ കാണിച്ചു കൊടുക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. ചന്ദ്രയ്ക്ക് അത്ര വലിയതൊന്നും തോന്നുന്നില്ല കേട്ടോ. രേവതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുവാണ്. ഇതിനെക്കുറിച്ച് സച്ചേട്ടൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന്. ശ്രീകാന്തും വർഷയും ഇപ്പൊ വീട്ടിലില്ല, പക്ഷെ ഈ കഥയിനകത്ത് അങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത്. കാരണം അവര് സച്ചിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് നമ്മുടെ വർഷയാണ്. അങ്ങനെയാണ് ഈ കാര്യങ്ങള് മൊത്തത്തിൽ എല്ലാവരും അറിയുന്നത് കേട്ടോ. അവര് സച്ചിക്ക് വേണ്ടിയിട്ട് ഒരു സ്വർണ്ണമാലയൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതൊന്നും അത്ര വലിയ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അത് നിരസിക്കുന്നുണ്ടെങ്കിലും അവര് നിർബന്ധിച്ചിട്ട് അത് സച്ചിയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഈ കാര്യം അറിയുന്നുണ്ട്. സച്ചിയാണ് ഇവരുടെ ജീവൻ രക്ഷിച്ചത് എന്നുള്ള കാര്യം. ആ ഭർത്താവാണെന്നുണ്ടെങ്കിൽ തങ്ങളുടെ മക്കളൊക്കെ അങ്ങ് ഗൾഫിലാണ്. എന്റെ ഭാര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജീവനാണ്, എന്റെ ജീവൻ തന്നെയാണ് നിങ്ങൾ രക്ഷിച്ചത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് സച്ചിക്ക് ഒരുപാട് നന്ദിയൊക്കെ അറിയിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവര് സ്വർണ്ണമാലയൊക്കെ ഇട്ടിട്ടാണല്ലോ പോയിരിക്കുന്നത്. അപ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ ആകെ മൊത്തത്തിൽ കുഴപ്പിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. സച്ചി പറയുന്നത് എന്തായാലും സത്യമായിരിക്കും എന്നുള്ള കാര്യം രേവതിക്ക് അറിയാം. പക്ഷെ അരുൺ വീണ്ടും കള്ളം പറഞ്ഞല്ലോ, ആ ഒരു വിഷമം നമ്മുടെ രേവതിക്ക് ഉണ്ട് കേട്ടോ. അതിന്റെ പേരിൽ ഇപ്പം വീണ്ടും സച്ചിയും അതുപോലെ തന്നെ അരുണും തമ്മിൽ അകലുകയാണല്ലോ. അത് മാത്രമല്ല ആ ഒരു മാല കിട്ടിയപ്പോ നമ്മുടെ ദേവുവിന് നമ്മൾ കല്യാണം നോക്കുവാണല്ലോ. അതുകൊണ്ട് തന്നെ ആ മാല നമുക്ക് ദേവുവിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂട്ടിയിട്ട് അപ്പൊ തന്നെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ വെച്ചിട്ട് തനിക്ക് ഇങ്ങനെ കിട്ടിയതാണ്, പക്ഷെ ഇത് ദേവുവിനാണ് ഇപ്പൊ ആവശ്യം, അവക്ക് വേണ്ടിയിട്ട് സ്വർണ്ണം എടുക്കുന്നതിലേക്ക് അമ്മ ഇത് വെക്കണം എന്ന് പറഞ്ഞിട്ട് ദേവുവിന്റെ കയ്യിലേക്ക് ആ മാല കൊടുക്കുകയും ചെയ്യാണ്. അരുണല്ല, ആ സച്ചിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നുള്ള കാര്യം നാട്ടിലുള്ള എല്ലാവരും അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ദേവുവും അങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടും അപ്പോഴും ദേവുവിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് ആ മാല കൊണ്ടുപോയിട്ട് സച്ചി കൊടുക്കുന്നത്. അതിൽ നിന്ന് തന്നെ എല്ലാവർക്കും സച്ചി ദേവുവിന്റെ നല്ലതിന് വേണ്ടി തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും ആ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ വൈറലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി നമ്മുടെ അരുണാണ് ആ പെൺകുട്ടി അവരെ രക്ഷിച്ചെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഈ ന്യൂസും കൂടി പുറത്ത് വന്നതോട് കൂടിയിട്ട് എന്ന് വെച്ചാൽ ആ രക്ഷപ്പെട്ട സ്ത്രീയാണ് വന്നിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അരുണിന്റെ വാക്കല്ല, സച്ചി തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാക്കുകയും അരുൺ ചുമ്മാ കള്ളം പറഞ്ഞിട്ട് കഥ ഇറക്കിയതെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അരുണിന് കോള് വരികയും അരുണല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് അവന്റെ പ്രൊമോഷൻ വരെ ക്യാൻസൽ ആക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അരുണിനെ സച്ചിനെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്നില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ സച്ചിയെ ഒന്നുമില്ലാത്തവനാക്കി താനാണ് വലിയവൻ എന്നുള്ള രീതിയിലാക്കിയിട്ട് എല്ലാ ക്രെഡിറ്റും തനിക്ക് കിട്ടിയിട്ട് തന്റെ കല്യാണത്തിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സച്ചി എതിർത്ത് കഴിഞ്ഞാലും ദേവുവിനെ കല്യാണം കഴിക്കണം എന്നുള്ള ഒറ്റ വാശിയിലാണ് കേട്ടോ അരുണുള്ളത്. അങ്ങനെ അത് നടക്കാത്തതിന്റെ പേരിൽ എല്ലാവരും അറിഞ്ഞല്ലോ സച്ചിയാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന്. അതിങ്ങനെ ദേഷ്യം പിടിച്ച് റൂമിലൂടെ ഇങ്ങനെ നടക്കുവാണ്. അപ്പോഴാണ് അമ്മ ചായയുമായിട്ട് ഉള്ളിലേക്ക് കയറി വരുന്നത്. ആ കറക്റ്റ് സമയത്ത് തന്നെ ദേവുവും അരുണിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ദേവു വിളിക്കുന്നുണ്ടെന്ന് അമ്മ പറയുമ്പോഴാണ് കേട്ടോ ഫോൺ എടുക്കുന്നത്. ദേവു ഫോൺ എടുത്ത ഉടനെ തന്നെ അരുണേട്ടൻ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ രക്ഷപ്പെട്ട ലേഡി വന്നിട്ട് എന്റെ സച്ചേട്ടന് ഗിഫ്റ്റ് എല്ലാം കൊടുത്തത് സച്ചേട്ടനാണ് ആ ലേഡിയെ രക്ഷിച്ചത്. എന്നാ സച്ചേട്ടനാണ് രക്ഷിച്ചത് എന്നുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതേ ഇല്ലല്ലോ. സച്ചേട്ടനല്ലേ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഹെൽപ്പ് ചെയ്തത്, എന്നിട്ട് നിങ്ങൾ എന്താണ് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് സച്ചേട്ടന്റെ പേര് പോലും പറയാണ്ടിരുന്നത്?
അവനില്ലെങ്കിലും എനിക്കത് ചെയ്യാൻ വേണ്ടിട്ട് അറിയില്ലേ, പോലീസായ എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ കള്ളം പിടിക്കണ്ടെന്ന്. അവര് ഉള്ള സമയത്ത് അവരങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ പറയണമായിരുന്നല്ലോ. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിലുള്ള പ്രശ്നം ഒരുപക്ഷെ ശരിയായേനെ, അതിനുള്ള ചാൻസും ഉണ്ടായിരുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു അവസരം കിട്ടിയിട്ടും നിങ്ങൾ അത് മിസ് ചെയ്തു, നിങ്ങൾ തെറ്റ് ചെയ്തു. നിങ്ങൾ അവരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ സച്ചേട്ടനും സന്തോഷിച്ചേനെ. നിങ്ങൾ ആ ചാൻസ് മിസ് ചെയ്തു. അത് ദേവു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചുമ്മാ നിങ്ങൾ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. നിങ്ങൾ അവരുടെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സച്ചേട്ടനും നിങ്ങളോടുള്ള ദേഷ്യം കുറഞ്ഞേനെ. നിങ്ങൾക്ക് അവരോടുള്ള ദേഷ്യം അതാണ് നിങ്ങൾ പറയേണ്ടിരുന്നത്. നിങ്ങളെ രണ്ടുപേരുടെയും ഈഗോന്റെ ഇടയിൽ ഞാനാണ് പെട്ടിരിക്കുന്നത്. ഇനിയും നിങ്ങളടുത്ത് ഇതിലും മേലെ എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ദേവു ഫോൺ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സച്ചേട്ടന്റെ പേര് പറയാതെ നിങ്ങൾ വീണ്ടും തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ ദേവു സംസാരിക്കുന്നത്. അരുൺ ആകെ പെട്ട അവസ്ഥയിലാവുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം ദേവു പറയുന്നത് തന്നെയാണ് ശരി എന്നുള്ള കാര്യം തന്നെയാണ് കേട്ടോ അമ്മയും പറയുന്നത്. അവള് പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? ഇപ്പൊ നല്ലൊരു അവസരമായിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നു ചേരാനുള്ളത്. അത് മാത്രമല്ല സച്ചയെ പോലെ ഒരാള് നമുക്ക് ബന്ധുവായിട്ട് വരിക എന്നുള്ള കാര്യം പറയുന്നത് തന്നെ നമുക്കൊരു സുരക്ഷിതത്വമല്ലേ. ഇപ്പോ നീയായിട്ട് നല്ലൊരു അവസരം മിസ് ചെയ്ത് കളഞ്ഞു. ഇനി എന്തായാലും നിനക്ക് ദേവുമായിട്ട് ഒന്നിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം എനിക്ക് തോന്നേയില്ല എന്ന് അമ്മയും വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ.